ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു കപ്പയും മീൻകറിയും വെച്ചാലോ? വൈകുന്നേരം ഒരു ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഇച്ചിരി കപ്പയും മീൻകറിയും കഴിക്കാം. ഇവിടെ ഒരു 1.25 കിലോ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നൈസായിട്ട് അരിയാം, ഇച്ചിരി തിക്ക് കൂട്ടി അരിയാം. നല്ല വെന്ത് ഉടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഏതൊരു തീ വേണേലും അരിയാം. കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന്, നന്നായി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരാറാകുമ്പോഴത്തേന് ഞാൻ കപ്പ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേനും നമുക്കിതിൻ്റെ അരപ്പ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ജീരകം ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് ചതയ്ക്കുന്നത്. തേങ്ങയിലിട്ട് കഴിഞ്ഞാൽ ജീരകം അരയത്തില്ല, അതുകൊണ്ടാണ്. ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചിട്ട് മാത്രം വരാം. അരഞ്ഞു പോകണ്ട, ഈ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. കപ്പ നല്ലതായിട്ട് തിളച്ച് വേവാറായിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന്. ഇനിയും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിലർ തേങ്ങയുടെ അരപ്പുണ്ടാക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചതയ്ക്കാറുണ്ട്. എങ്ങനെ വേണേലും ചെയ്യാം. ഇപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയിട്ട് വരാം, ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വരാം. കപ്പ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച അരപ്പൊടി ഇട്ടിട്ട് നമുക്ക് ചൂട് കപ്പ ഈ അരപ്പിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. കാരണം ആ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട്, പച്ച തേങ്ങ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ചെറു തീയിലൊന്ന് ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഇങ്ങനെ ചൂട് കപ്പ അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് കപ്പയൊന്ന് കടുവറുക്കണം. കടുവറുക്കാനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകും പിന്നെ ഉണക്കമുളകും ഇച്ചിരി 2-3 ചുമന്നുള്ളി അതുകൂടെ അരിഞ്ഞെടുത്തിട്ട് കൊടുത്തു. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്കിത് കപ്പയുടെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കടുകും കൂടെ കപ്പയിലോട്ട് ഒഴിക്കുമ്പോഴത്തേന് ആ കപ്പയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ വേവിച്ചതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനിയും ഒരുപാടൊന്നും ഇളക്കണ്ട. ഇത് നല്ല വെന്ത കപ്പയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അതുകൊണ്ട് ഒരുപാടും കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളും കിടക്കുന്നത് കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മീൻകറി വെച്ചാലോ? 2 ചെറിയ വെള്ളം ആവോലെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വെളുത്തുള്ളി സ്ലൈസായിട്ട് ചെയ്തതും പിന്നെ ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചിയും സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 ചുമന്നുള്ളി മാത്രം അരിഞ്ഞതോടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഞാനിതൊന്നും ചതയ്ക്കുന്നില്ല, കാരണം ചെറിയ 2 മീൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്നൊന്ന് കറി വെക്കാനാണ്. ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു പിഞ്ച് അസഫറ്റിയുടെ ഈ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ഉപ്പിട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ പറഞ്ഞില്ലേ 2 മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മീൻ കറി റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായി. ഇപ്പോൾ ഇവിടെ മീനും കൂടെ റെഡിയാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നത്തേക്കിന് മാത്രമുള്ള മീൻ കറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം മല്ലിപ്പൊടി ചേർത്തേക്കുന്നത്.
നാളത്തേക്ക് വെച്ചേക്കാനോ അല്ലെങ്കിൽ വെച്ചിരുന്ന് കഴിക്കുന്ന മീൻ കറി ആണെങ്കിൽ ഞാൻ ഒട്ടും മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതിനൊരു ചെറിയ കൊഴുപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മല്ലിപ്പൊടി ചേർത്തേക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. മീൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ കപ്പയും മീൻ കറിയും കഴിച്ചാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. കപ്പയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ അല്പം കുറഞ്ഞു പോയി. അപ്പോൾ ആ കളറ് ചെറുതായിട്ട് മഞ്ഞ കളറ് ഇച്ചിരി കുറവാണ്. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ് കേട്ടോ. കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, അല്ലെങ്കിൽ എല്ലാവരും നാട്ടിലൊക്കെ ചെയ്യുന്നതാണ്. എങ്കിലും ഞങ്ങൾ ചെയ്തപ്പം ഒന്ന് റെക്കോർഡ് ചെയ്തെന്നേ ഉള്ളൂ. നാടൻ വിഭവങ്ങളോട് നമുക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം. ആദ്യമായിട്ട് കാണുന്നവർ നല്ല നല്ല റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം JNJ Food World.